ഗോവിന്ദചാമിയെ പാർപ്പിച്ച കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിന്റെ ചിത്രം പുറത്ത്. കാലപ്പഴക്കമുള്ള സെല്ലിന്റെ 2 കമ്പികൾ മുറിച്ചു മാറ്റിയ നിലയിലാണ്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, ഈ സെല്ലിന്റെ ദൃശ്യങ്ങൾ നോക്കുകയായിരുന്നു. ഇങ്ങനെയൊരു സെല്ലിനകത്താണോ കൊടും കുറ്റവാളിയെ പാർപ്പിച്ചത് എന്നുള്ള ചോദ്യമാണ്, സംശയമാണ്, ആശ്ചര്യമാണുള്ളത്. അമൃത, അങ്ങനെ തന്നെയാണ്. അതായത് ഏതാണ്ട് 6 മാസം മുമ്പ് വരെ ഗോവിന്ദചാമി ഡി ബ്ലോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതീവ സുരക്ഷിതമായ ഒരു സെല്ലാണ്. അവിടെയാണെങ്കിൽ പാറാവുകാർക്കൊക്കെ നേരിട്ട് കാണാൻ കഴിയുന്ന, ഒറ്റ നോട്ടത്തിൽ തന്നെ തടവ് പുള്ളികളെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു ഡി ബ്ലോക്ക്. അവിടെ നിന്ന് ഗോവിന്ദചാമിയുടെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ഇയാളെ 6 മാസം മുമ്പ് ബി ബ്ലോക്കിലേക്ക് മാറ്റുന്നത്. ബി ബ്ലോക്കിലെ B10 സെല്ലിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത് ഈ കഴിഞ്ഞ 6 മാസമായി. ആ സെൽ പക്ഷേ കുറെ കൂടി ദുർബലമായ സെല്ലാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ആ സെല്ലിൻ്റെ ആ ചിത്രത്തിൽ കാണാം. അതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള 2 കമ്പികളാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിയ നിലയിൽ കാണുന്നത്. മാത്രമല്ല അതിൽ ആ ചരട് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതായിട്ടും കാണാം. അതായത് അയാൾ നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് കഴിഞ്ഞ 10-28 ദിവസത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഗോവിന്ദചാമി അരം ഉപയോഗിച്ച് ഈ സെല്ലിൻ്റെ കമ്പികൾ മുറിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഓരോ ദിവസവും കമ്പി മുറിക്കുന്നു. അതിനുശേഷം അതാരും കാണാതിരിക്കാനായി ആ കമ്പിയിൽ പ്ലാസ്റ്റിക് നൂലുപയോഗിച്ച് കെട്ടിവെക്കുമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അത് തെളിയിക്കുന്ന, അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അതിൻ്റെ ആ നൂലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും ആ സെല്ല് കണ്ടാൽ നമുക്കറിയാം, വളരെ പഴകിയ, ദ്രവിച്ചു തുടങ്ങുന്ന കമ്പികളുള്ള ഒരു സെല്ല്. ആ സെല്ലിനുള്ളിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി, ഏതാണ്ട് 6 മാസത്തിലധികമായി ഗോവിന്ദചാമിയെ പോലൊരു കൊടും ക്രിമിനലിനെ പാർപ്പിച്ചിരുന്നത് എന്നത് തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. അനവധിയായ സുരക്ഷാ വീഴ്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ജയിൽ DIG സമർപ്പിച്ച റിപ്പോർട്ടിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതാണ്. അത് ഇങ്ങനെ കൃത്യമായി അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സെല്ലിൻ്റെ B10 സെല്ലിൻ്റെ ചിത്രങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അവിടെ ആ ചിത്രങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി, കൃത്യമായി നമുക്കത് മനസ്സിലാവുന്നു. വളരെ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് തടവ് ചാടുന്നതിന് കാരണമായ പല കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാവുന്നുണ്ട്. അതിനൊപ്പമാണ് ഇയാളെ പാർപ്പിച്ചിരുന്ന സെല്ലിൻ്റെ അവസ്ഥ തന്നെ വളരെ കഷ്ടമായിരുന്നു. 2 ആളുകളാണ്, 2 തടവുപുള്ളികളാണ് ആ സെല്ലിൽ അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് മാത്രമല്ല, അതിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഇയാളുടെ ഗോവിന്ദചാമിക്കൊപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ തടവുകാരനും ഗോവിന്ദചാമിയും ചേർന്നാണ് ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്യുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത്രയും ചെറിയ സ്പേസിലൂടെയാണ്, അതായത് നമ്മളെ ചിത്രങ്ങളിൽ കാണുന്ന അത്രയും ചെറിയൊരു സ്പേസിലൂടെയാണ് ഗോവിന്ദചാമി നൂണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുവേണ്ടി അയാൾ മാസങ്ങളായി പട്ടിണി കിടക്കുകയും ശരീരം അതിനു വേണ്ടുന്ന രീതിയിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുകയും ഒക്കെ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ആസൂത്രിതമായൊരു തടവുചാട്ടമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ആ സ്പേസിലൂടെ സഹതടവുകാരനായിരുന്ന ആൾക്ക് പുറത്തേക്ക് ചാടാൻ കഴിയാതെ വന്നതും അയാളുടെ ശരീരപ്രകൃതി കുറെ കൂടി തടിച്ചതായിരുന്നു എന്നതുകൊണ്ടാണ്. ആ സഹതടവുകാരന് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത സെല്ലിലുണ്ടായിരുന്ന മറ്റ് 2 തടവുകാർ കൂടി ഈ തടവുചാട്ടവുമായി ബന്ധപ്പെട്ട് ഉള്ള ആസൂത്രണം, അല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ തന്നെ ആ പദ്ധതി ഇട്ടിരുന്ന വിവരം കൃത്യമായി അറിയാമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി ഇന്നലെ പ്രാഥമികമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഇന്നലെ ഒരു പ്രാഥമികമായ മൊഴിയെടുപ്പ് നടന്നു. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും. അതിനുവേണ്ടി ഒരു ലിസ്റ്റ് പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തടവുകാരുണ്ട്, ജയിൽ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെയൊക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഈ സെല്ലിൻ്റെ ചിത്രങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത്.